നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി പേസ്ട്രിയാണ്. ഇതിൽ നമ്മൾ ജലാറ്റിനോ കളറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അത്രയ്ക്കധികം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പേസ്ട്രിയാണ് ഇത്. നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. മിക്സിയിലടിച്ച് ദോശക്കല്ലിലാണ് നമ്മൾ ഈ ഒരു പേസ്ട്രി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പൊ നമുക്ക് റെസിപ്പിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കൂസ് ഡൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് പേസ്ട്രി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി, അതായത് 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ കേക്ക് ആണെങ്കിലും പേസ്ട്രി ഒക്കെ ആണെന്നെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 1/3 കപ്പാണ്. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഈ ഒരു ദോശക്കല്ലിലാണ്. നമ്മളിപ്പോൾ സ്വിസ് റോളൊക്കെ ഉണ്ടാക്കിയ ദോശക്കല്ലില്ലേ, അത് തന്നെയാണ്. അതിലേക്ക് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്യാണ്. നമുക്ക് ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ ഉള്ളതല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ലോ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചിട്ട് പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് 1 മിനിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ വേണമെന്നില്ല, ഏത് ഫ്ലേവർലെസ് ഓയിൽ ആയാലും കുഴപ്പമില്ല. അതിപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആ പ്രസ് ബട്ടൺ വെച്ച് 2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അതായത് മൈദയുടെ മിക്സില്ലേ, അതും ചേർത്ത് നമ്മൾ ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യരുത്. ആ പ്രസ് ബട്ടൺ വെച്ച് 2-3 പ്രാവശ്യം പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി ബേക്ക് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് 1-2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മതി. അപ്പോൾ അതും മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു പഴയ ദോശക്കല്ല് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ ദോശക്കല്ല് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. അടപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വലുപ്പമുള്ള പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് അടച്ചു വെച്ചാൽ മതി. ഇതൊക്കെ നേരത്തെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതൊക്കെ വെച്ചതിന് ശേഷം പ്ലേറ്റ് തപ്പാനൊന്നും ഓടരുത്. ആദ്യമേ അതിനുള്ള അടപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വലിയ റൗണ്ട് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ചിന്റെ ഒക്കെ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്താലും മതി. സാധാരണ നമ്മൾ ബേക്ക് ചെയ്യുന്ന പോലെ ആ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്താലും മതി. പിന്നെ സ്ക്വയർ പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റ്. അതാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇത് നമുക്ക് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു 17 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ആയിട്ടില്ല, ഒന്നുകൂടെ ആവാനുണ്ടായിരുന്നു. അപ്പോൾ 2 മിനിറ്റും കൂടെ വെച്ചു, അത്രയേ ഉള്ളൂ. അത് ഞാനൊരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കുകയാണ്. കറക്റ്റായിട്ടുണ്ട്, ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്കെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പ് അതോടെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച വിപ്പിംഗ് പൗഡർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നതേ ഉള്ളൂ. വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം ആയാലും അതായാലും കുഴപ്പമില്ല. ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൂസ് ഡൈൻ വിപ്പിംഗ് ക്രീം എന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് പൗഡറിന് പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ.
അതുകൊണ്ടാണ് ഞാനിതിൽ വിശദമായിട്ടൊന്നും പറയാത്തത്. അപ്പം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പം ഇതാ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ മാറ്റിയിട്ടില്ല കേട്ടോ, അതിൻ്റെ മുകളിൽ തന്നെ വെച്ചങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ സൈഡിലേ എടുക്കാം. ഇത് കണ്ടപ്പോൾ ഇത് അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. തീരെ തിക്നെസ് ഒന്നും ഇല്ലാതെ ദോശ പോലെയൊന്നും അല്ല ഉള്ളത്. ഇപ്പോൾ ശരിക്കും എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ വലിയൊരു കേക്ക് ഉണ്ടാക്കി ലെയർ കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പലരും പറയുന്നുണ്ട് ലെയർ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാടെന്ന്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് 3ആയിട്ട് നീളത്തിലങ്ങ് കട്ട് ചെയ്യാം. ഇപ്പോൾ 3ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണേ. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ജ്യൂസി ആയി കിട്ടും. നമ്മുടെ കേക്കൊക്കെ പോലെ തന്നെ ഈ പേസ്ട്രിയും നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഒഴിക്കുകയാണ്. അപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മൾ ഫോർക്ക് കൊണ്ട് മാർക്ക് ചെയ്തൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വിപ്പിംഗ് പൗഡർ കൊണ്ട് ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് തേച്ച് കൊടുത്താലും മതി. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് അടുത്ത ലെയർ എടുത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ക്രീം തേച്ച് കൊടുക്കും. നല്ല തിക്കല്ലേ ക്രീം, നമ്മുടെ വിപ്പിംഗ് പൗഡർ കൊണ്ടുള്ള ക്രീമാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് മുഴുവനും നമ്മൾ ഈ പേസ്ട്രിയുടെ സെറ്റിൽ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ഏറ്റവും മുകളിലും ക്രീം തേച്ച് കൊടുക്കാം. നന്നായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലൊന്നും തേക്കണ്ട കേട്ടോ, മുകളിൽ മാത്രം ക്രീം തേച്ചാൽ മതി. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ക്രീം മുഴുവൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. ഇനി നമ്മൾ ഈ പേസ്ട്രി ഡെക്കറേറ്റ് ചെയ്യുന്നത് ഗണാഷ് കൊണ്ടൊന്നുമല്ല, എല്ലാവരുടെ വീട്ടിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് ലൂസാകും. ഇതപ്പം അത് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ, ഞാനൊരു ചുറ്റുപാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ വെച്ചത്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ ആ ഒരു ചൂടിൽ പതുക്കെ ഇരുന്നിട്ട് അതങ്ങ് മെൽറ്റായിട്ട് വരും. അതായത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് സമയം ഒന്ന് വെച്ച് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കോളൂ കേട്ടോ. ചെറിയ തീയിലിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഡയറക്റ്റ് ഗ്യാസിൽ അടുപ്പിലൊന്നും വെച്ചേക്കരുത് കേട്ടോ, അപ്പോഴത്തേക്ക് അത് അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പേസ്ട്രീൻ്റെ മുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. ഇപ്പം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാലറ്റ് നൈഫ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം ആ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ മുകൾ ഭാഗം കിട്ടും. അപ്പം പാലറ്റ് നൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ വീതിയുള്ള കത്തി ആയാലും മതി. ഒരുപാട് ചൂടാക്കരുത് കേട്ടോ, ലൈറ്റായിട്ട് ഒന്ന് ഗ്യാസിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് പിടിച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പം ആ ജാം ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് പേസ്ട്രിയുടെ മേലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഒരുപാട് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒലിച്ചങ്ങ് പോവും. അപ്പം ചൂടാക്കിയതുകൊണ്ട് ജാമിൽ കട്ടകളോ തരികളോ ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മെൽറ്റ് ചെയ്ത ജാം ഒന്ന് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നേരത്തെ ചൂടാക്കിയതുപോലെ അതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയാൽ മതി. അതപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം ഈ ജാം ഒന്ന് സെറ്റ് ആവണം. നമ്മൾ ലൂസായിരിക്കുന്ന ജാമല്ലേ, അപ്പോൾ കുറച്ചൊന്ന് സെറ്റായി കിട്ടണം. അപ്പം അതിനുവേണ്ടി 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പം തീരെ സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. ഇതിപ്പം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് ഒന്നെടുത്ത് സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. സൈഡ് കട്ട് ചെയ്യുമ്പം നല്ല ഭംഗി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സൈഡ് കട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഭംഗി കറക്റ്റായിട്ട് വരുന്നത്. എല്ലാ സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഞാനൊരു വൈറ്റ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. വെള്ള പ്ലേറ്റിൽ വെച്ചാൽ കാണാനൊക്കെ ഒരു ലുക്ക്, വൈറ്റും റെഡും കൂടെ വരുമ്പോൾ ഒരു ഭംഗിയില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സിൽവർ പേൾസ് ഇടുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു കാണാനൊരു ഭംഗിക്ക് ഇടുന്നതേ ഉള്ളൂ. അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്യാം.
എന്താ സോഫ്റ്റ്, കത്തി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പീസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കത്തി ഒന്ന് തുടച്ചിട്ട് കട്ട് ചെയ്യണേ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ വൈറ്റ് ക്രീം ചെറുതായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതിപ്പോൾ കണ്ടാൽ പറയുന്നില്ല ഇതിപ്പോൾ നമ്മൾ ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതൊരു 6 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ആ റെഡിൻ്റെ മേലെ വൈറ്റ് പേൾസ് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അത് മാത്രമായാലും മതി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? നമുക്ക് കഴിക്കാം. ആ ഒരു കേക്ക് ആക്കണ്ട, കേക്കിനൊക്കെ അത്യാവശ്യം നല്ല തിക്നെസ് തന്നെ ഉണ്ട്. ഇതിപ്പോൾ ദോശക്കല്ലിൽ ദോശ പോലെയൊന്നും അല്ല ഉള്ളത്, കണ്ടാലൊന്നും പറയൊന്നുമില്ല ഒരിക്കലും. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസിയാണ് നമ്മുടെ ആ ഒരു പേസ്ട്രി കേക്ക്. അതിൻ്റെ മുകളിൽ ഒഴിച്ചിരിക്കുന്ന ജാമാണെന്നൊന്നും പറയില്ല കേട്ടോ, എന്തോ സംഭവമാണെന്നേ തോന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് ആ വാനില ക്രീമും ഈ ജാമിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാം, ഇപ്പം തന്നെ ഉണ്ടാക്കാം. ഒത്തിരി കൊച്ചു കുട്ടികളുണ്ട് നമ്മുടെ ചിക്കു സ്റ്റൈലിൽ. ഇപ്പോൾ ശരിക്കും ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ കേക്ക് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാമെങ്കിൽ ഇതൊക്കെ അവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ശരിക്കും ഈ കേക്ക് ഞങ്ങൾ പിറ്റേ ദിവസം കഴിച്ചപ്പോഴാട്ടോ നല്ല ടേസ്റ്റി ആയിട്ട്, കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഞങ്ങളത് രാത്രിയാണ് ഉണ്ടാക്കിയത്. രാത്രി ഉണ്ടാക്കി ഒരു പീസ് കഴിച്ച് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിറ്റേ ദിവസം കഴിച്ചപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം പകലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺട്രോളൊന്നും കിട്ടില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത് കഴിച്ചു പോകും. രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബേക്കറിയിലൊക്കെ പേസ്ട്രി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പീസിന് എത്രയാണ് റേറ്റ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും എത്ര ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു കേക്ക് റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. അപ്പഴേ പറഞ്ഞത് ഇത് വേണ്ട, അത് മതി. വേണ്ട, അതൊരു മിനിറ്റ് വീണു ഏതാണ്.